പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട എൻ്റെ പൊന്നു മച്ചാനെ. സെറ്റ് സ്ഥലമൊക്കെ സെറ്റ് സ്ഥലം ഫുള്ള്. ठीक है അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു വലിയൊരു ബ്രിഡ്ജ് കണ്ടു കേട്ടോ. ഇവിടെ നേരെ സ്ട്രൈറ്റ് പോയി ഞാൻ സ്ട്രൈറ്റ് ഹോകത്തോ റാഫ്റ്റിംഗിൽ ഞാൻ ജഗയാണ് റാഫ്റ്റിംഗ് ചെയ്യുന്ന സ്ഥലത്തോടാണ് പോണത്. തണ്ട് ഇതാണ് കേട്ടോ. നല്ല പച്ചിച്ച് കിടക്കുവാണ്. വെള്ളം നോക്കി നല്ല ആഴത്തിലാണ്, നല്ല ഒഴുക്കാണ് കേട്ടോ. ഇത്രയും ഉണക്ക സമയത്ത് ഇവിടെ ഇങ്ങനെ അതായത് എന്താ നല്ല പച്ചിച്ച് കിടക്കുമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഫുള്ള് മലനിരകളാണ്. ഇപ്പോൾ ഇവിടെ സുപ്പി ഡാമിനാ സുപ്പ ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട് ആ സൈഡിലുണ്ട്. അവിടെ ഡാമിൻ്റെ ഏറിയാണ്. അവിടെ നിന്ന് ചെറുതായിട്ട് കാണാം. നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മാസ് പെർ ദ പ്രോട്ടോകോൾ. സോ എന്തായാലും നമ്മൾ മുന്നോട്ട് നമ്മുടെ ചങ്ങൻ ഇവിടെ കിടപ്പുണ്ട്. ഇന്നലെയും വണ്ടി തള്ളി, കാര്യം ബാറ്ററി ഡൗൺ ആണ്. നമ്മുടെ ബാറ്ററി ഇനി ഒന്ന് മാറണം, അതൊരു വിഷയമാണ്, അതൊരു കാര്യമാണ്. എന്തോ വിഷ്വൽ ക്വാളിറ്റിയാണ് നോക്കി. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഹായ് ബോ, ഹൗ ആർ യു? നൈസ് മീറ്റിംഗ് യു. ഹായ്. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ മച്ചാൻ വന്നപ്പോണ്ട്. മച്ചാനാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുവന്നത്. മച്ചാൻ കാ നാം ബോൾന നെയ്. ഓക്കെ, യുവർ ഗുഡ് നെയിം? ഷാറുഖ് ഭായി ആണ്. ഷാറുഖ് ഭായിക്ക് ഒരു ചെറിയ റിസോർട്ടും കാര്യങ്ങളും റെഡി ആകുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ, നമ്മൾ മുന്നോട്ട് പോവാണ്. ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ റൈറ്റ്. സോ കെൻ ഐ നോ ദ റേറ്റ്സ് ആൻഡ് എവറിത്തിങ്? കെൻ ഐ നോ ദ റേറ്റ്സ്? How much it costs here? 1500. 1500, 1800 to 2000, 2000 ആ റേഞ്ചിലൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇവിടെയൊക്കെ നോക്കി ഒരുപാട് സംഭവങ്ങളുണ്ട്. അതും ആൽക്കഹോൾ, സ്മോക്കിംഗ്, ചിൽഡ്രൻ മസ്റ്റ് ബി സൂപ്പർവൈസ്ഡ് ഓൾ ടൈം. വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ വാല്യുബിൾ. കീപ് നാച്ചുറൽ ക്ലീൻ, ബി റെസ്പെക്ട്, ഹാവ് ഫൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, നോക്കി എന്നാ സെറ്റപ്പ് എന്നറിയോ. പോളി വൈബാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ കളിക്കാനുള്ള ആക്ടിവിറ്റീസും കാര്യം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു വഴിയാട്ടോ, പോളി വഴിയാട്ടോ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കിക്കഴിഞ്ഞാണല്ലോ, ഓരോ സ്ഥലത്തോട്ട് പോകുന്ന സ്ഥലത്തും അവിടെ ഇങ്ങനെ ബോർഡുകളുണ്ട്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ബാത്റൂമിലോട്ട് പോകാം, പോയി 1, 2, 3 എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങോട്ട് പോയാൽ 1, 2, 3 റൂമിലേക്ക് പോകാം. ടെൻറ്റ് ഹൗസാണ്. ഇവിടെ അങ്ങോട്ട് പോയാൽ നമ്മുടെ ഹാംകോക്ക് എന്നാ ഹാംകോക്ക് അല്ല, ഹാമോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിലോട്ട് കിടന്നിട്ട് നൈസായിട്ട് കിടന്ന് ഉറങ്ങാം നമുക്ക്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ സംഭവങ്ങൾ. ഇസ്മേ ദൂസറ പൈസ നെയ്യാനാ? I want to see. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വൈബാണ്. ഇതിനേക്കാട്ടിലും വലിയൊരു വൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ മേലോട്ട് നോക്കി കഴിഞ്ഞാൽ വൈബ് നോക്കി എന്താ രസമാണ്. നോക്കി ഹാടും പറഞ്ഞേ, ക്യാമറ പോകുന്ന നോക്കി. ഇതാണ് ഇവിടുത്തെ വൈബ്. ഇതിനകത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, എന്നാ രസമെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വൈബ്. അപ്പോൾ സ്റ്റേ ട്യൂണ്. അപ്പോൾ വരുക, ദാണ്ടലി വരാണ്ടിരിക്കാൻ മറക്കല്ല. ഒരുപാട് ഇപ്പം തന്നെ ഒരു ബസ് വണ്ടി നിറച്ച് പിള്ളേർ വന്ന് കണ്ടു. അപ്പോൾ അവർക്ക് ഒരുപാട് കോളേജ് സ്റ്റുഡൻസാണ് വരുന്നത്. പക്ഷേ ഫാമിലീസിന് അധികമൊന്നും ഞാൻ കാണാറില്ല. അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും, പൊളി വൈബായിരിക്കും. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ, അവനെ പിടിക്കാൻ തന്നെ അവൻ പിടിച്ച ബസ്സിൽ പിടിച്ച് നിൽക്കാൻ നോക്കി. എന്താ പറ്റിയേ അളിയൻ മാകം ബസ്സിൽ പിടിച്ചാ പിടിക്കുന്നല്ലേ. എനിക്ക് കാല് വന്ന് ആർട്ടിഫിഷ്യൽ, എനിക്ക് അപ്പടി പറ്റുള്ള വലിയ പ്രശ്നമായിടും. പട്ടിയെ തുറന്നിട്ട് ഇപ്പൊ അലങ്കാരം പയ്യ ഏത് റോഡ് വീലർ ചുറ്റി കിടന്ന് ഓടുക. എന്റെ പൊന്നിന് റോഡ് വീലറെ ഓടിപ്പോമത്തെ ചെറുക്കാൻ നമുക്ക് നാറ, അതാണ് നല്ലത്. ചെറുക്കാൻ പുറമോട്ട് വലിയാം. അയ്യോ ദേഹത്ത് കയറി നോക്കി നോക്ക്. അക്കീര ജംപ്, ഇപ്പൊ എങ്ങനെ കേറും അതൊരു വിഷയമാണ്. ഒരു സൈഡ് ഭയങ്കര വേദന. എത്തോടാ അപ്പോൾ നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് ഒരുപാട് വണ്ടികളൊക്കെ പോകുന്ന കാണാൻ തോന്നാം. അങ്ങോട്ട് ഫോറസ്റ്റിൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാം. ഓക്കെ, റിവർ റാഫ്റ്റിങ്ങിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടികൾ കണ്ടല്ലേ. ഈ റോഡ് സീതാ കാർവാർ ചേർത്താ, ഈ റോഡ് സീതാ കാർവാർ മംഗലാപുർ കാർവാർ റൂട്ടിലോട്ടാണ് പോകുന്ന റോഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡാൻഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വൈറ്റ് വാട്ടർ എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനിൽ നമ്മൾ വന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഇറങ്ങുന്ന ഒരു വഴി കൂടെ നമ്മൾ ഇറങ്ങണം. കണ്ടില്ലേ താഴോട്ട് പോവാണ് നമ്മൾ. സൗണ്ടേ പോയി. ये रिसोर्ट है ना? Oh बाप रे, and we can do it here. Very nice place, man. Oh, you can get here. Oh, this is a rafting. Ah, baba. एक आदमी का कितना है राफ्टिंग के लिए? 600.
600 rupees. Yes. I want to do it, man. I want to do it. So you can get your vehicle till here. Okay. Okay. Or you can cross here. You can park your vehicle here. You can get down here vehicle. You can park here also. Okay. Wherever Okay. you feel. And there's a platform you can Yes, yes, stand. yes. അപ്പോൾ പുള്ളി പറഞ്ഞു തരാം നമ്മുടെ എവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസുകളൊക്കെ പറയുകയാണ്. എനിക്ക് വിൽ ഗോ ലിറ്റിൽ ദേവർ The view is from that side. that side is good. That side the view is really View is there is no view. There is no view. First go there or second here? Your choice. First we'll go there. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം അവിടോട്ട് പോകാം. അതായത് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലം തന്നു നമുക്കിവിടെ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ റാഫ്റ്റിങ്ങിന് പോയിട്ടുള്ള കുറച്ച് ടീമുകൾ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും കാടും മേടും താണ്ടി നമ്മൾ മുന്നോട്ട് പോവാണ് മച്ചാനെ. നോക്കി നല്ല പച്ചിപ്പിലുള്ള വെള്ളം ഔട്ടർ സെക്ഷൻ റാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം ചെയ്യണമെന്ന്. പക്ഷേ എന്താ ചെയ്യാൻ, എനിക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നൊരു പേടിയുണ്ട്. നമുക്ക് ഇതാണ് റാഫ്റ്റ് ചെയ്യുന്ന യന്ത്രം. ഇതിനകത്ത് യന്ത്രം ഇല്ലേ? കണ്ടില്ലേ, ഇതാണ് സംഭവം. ഒരു കല്ലെ തട്ടി തെറിച്ചിങ്ങി പോരും, മറിഞ്ഞാൽ പണിയും കിട്ടും. ഇതാണ് സംഭവം. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെ ചെയ്യണം അതെ ടെൻഷനാണ് സംഭവം. നോക്ക്, പൊക്കി കൈ പൊക്കി, ഇത്രേ ഉള്ള സംഭവം അല്ലേ? കിഡ്നാ കിലോയെ 100 കിലോ 2 പേര് 100 കിലോ 2 പേര് എടുത്തുകൊണ്ട് പോകുന്നു നോക്കി. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ മച്ചാൻ മുന്നോട്ട് പോയി. നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. നമുക്ക് ഇറങ്ങാനൊക്കത്തില്ല. അവിടുന്ന് ഒരു സെക്ഷൻ ഇങ്ങനെ അടിച്ചു ഊട്ടി വരുന്നുണ്ട്. എൻ്റെ പൊന്നടാ പോയി ഭയങ്കര സെറ്റപ്പിൽ ഇറങ്ങി വരുന്നു കേട്ടോ. യെസ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഡ്രോൺ ഷോട്ട് എടുക്കാനുള്ള പ്ലാനാണ്. പറ്റൂല്ലെന്ന് അറിയത്തില്ല. എന്തായാലും മുന്നോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രോൺ ഷോട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പൊളി ഡ്രോൺ ഷോട്ട് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളുണ്ട്. നോക്കി എന്ത് ലൈഫ് ജാക്കറ്റാണെന്ന് നോക്കി. അതുപോലെ തന്നെ ഡ്രോൺ സംഭവങ്ങളും കാര്യങ്ങളും തന്നെ ഭയ്യ നിൽക്കുന്നു. ഭയ്യ ഹായ്, താങ്ക് യു. അപ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ, ഗുഡ് ബൈ. അവിടെ തിരിച്ച് കയറി വന്നതാണ്. കാരണം നല്ല മുളക് കേട്ടോ, കാന്താരി മുളക്. കിഡ്നായേ 150 150 रुपये. कितना ग्राम है? पैकेट में एक पैकेट में कितना आता है? നല്ല ഇത് എന്താ കാന്താരി മുളക്, അതുപോലെ മഞ്ച, ഇതെല്ലാം പൂരാ 150 ആണ്. എല്ലാം 150. ഇത് പുളി, ഇത് കാപ്പിക്കുരു, ഇത് നമ്മുടെ ഗ്രാമ്പു, മഞ്ഞപ്പൊടി എല്ലാം ഉണ്ട് സംഭവം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സാധനം കുടിക്കാനാണ് പറഞ്ഞത്. നല്ല ഹെൽത്തിനാന്ന് പറഞ്ഞത്. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് സപ്പോട്ടയ്ക്ക ഏതാണ്ട് സാധനമാണ്. സപ്പോട്ടയ്ക്ക. അപ്പോൾ ഞാൻ കുടിച്ചു നോക്കണം അല്ലേ, കണ്ടല്ലേ? ഇത് കൊള്ളാം കേട്ടോ, സൂപ്പർ. इसके ग्राम्बू डाल करके दे रहे हैं. Yes. Okay, ಇನ್ನೊಂದು ಕೊಡಿ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കേട്ടോ. ഹോം മെയ്ഡാ, സൂപ്പർ സാധനം. കിഡ്നാ ഇസ്കാ ಎಷ್ಟಕ್ಕ ಇರುತ್ತೆ? 20 rupees 20 rupees per glass. 20 രൂപയുള്ള ഈ സാധനത്തിന് 20 രൂപയുടെ ജ്യൂസാണ്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകട്ടോ. നമ്മുടെ ബി ഓൺ ദ ട്രയൽ ക്യാമ്പ് സൈറ്റ് അല്ലേ? ബി ഓൺ ദ ട്രയൽ ക്യാമ്പ് സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവരുടെ ലൊക്കേഷനിൽ വന്നു. അപ്പം നമ്മുടെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു. കണ്ടില്ലേ, നമ്മുടെ തലയിലൊരു ലൈറ്റൊക്കെ പിടിപ്പിച്ചു, ഏറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ അവരുടെ പ്രോപ്പർട്ടീസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇന്ന് നമ്മളിവിടാണ് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ കൂടാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് തടിക്കഷ്ണം വേണം. തടിക്കഷ്ണം എന്ന് പറഞ്ഞാൽ നമുക്കെന്താ അറിയാം, അയ്യോ ഞാൻ പേടിച്ചു കേട്ടോ. ഇവിടെ പുലിയ ടൈഗർ റിസർവ് ആയതുകൊണ്ട് കേട്ടോ, ഉണ്ടായിരിക്കുന്ന സാധനം കൊണ്ടോ ഞാൻ പേടിച്ചു. അതുകൊണ്ട് എനിക്കൊന്ന് ഫീൽ ചെയ്തു കേട്ടോ. സത്യം ഞാൻ പേടിച്ചു പോയി. അപ്പോൾ നമുക്ക് ചെറിയ 2 തടിപ്പീസ് വേണം. തടിപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് കത്തിക്കാനൊക്കെ തോന്നും. ഏറെ അപ്പോൾ സൗണ്ട് കേട്ടോ, സൗണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചുള്ളിക്കമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കമ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കത്തിക്കാം. ഇങ്ങനത്തെ കുറച്ച് പീസൊക്കെ വെച്ച് നമുക്കിപ്പോൾ ആദ്യം കൊണ്ട് കത്തിക്കാം അല്ലേ. അയ്യോ
പക്ക ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് അടിക്കുന്നത്. ഒറ്റയ്ക്കെന്നല്ല, നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ അതായത് ഈ ബിയോണ്ട് ദ ട്രൈലിലെ ചങ്കും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ സ്റ്റേറ്റ് കൂടെ പുള്ളി ഇപ്പോൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് തീയൊക്കെ കത്തിച്ച് സെറ്റാക്കാം. അപ്പോൾ ഈ കാട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് കേട്ടോ. ഒന്നും പറഞ്ഞു നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ, നമ്മുടെ ചങ്കം കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂണ്. അപ്പോൾ നമ്മൾ കത്തിച്ചിരിക്കുന്ന കാഴ്ച കാണാം. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സാധനമൊക്കെ എടുത്ത് വെക്കാൻ എല്ലാം ഇതിനകത്ത് എടുത്ത് വെച്ചത് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മളിപ്പോൾ കുക്കിംഗ് സെറ്റപ്പ് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ബക്കറ്റിനകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ തീ കത്തിക്കാനുള്ള സെറ്റപ്പ് ആദ്യം ഇപ്പോൾ നമുക്ക് റെഡിയാക്കണം. ആദ്യം നമ്മുടെ ഓരോ സാധനം എടുത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മളവിടെ ലൈറ്റ് ഇട്ടു. കാരണം ഞാൻ മുമ്പേ ലൈവ് പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയൊരു ആളരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് അങ്ങ് ഇട്ടു. കാരണം വല്ല പുലിയുടെ ഇതല്ലേ, പുലിയുള്ള കാടല്ലേ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ചെറിയ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ കുറേ ടീമുകളുണ്ട്. അവരെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരുപാട് പേരുണ്ട്. ഇത് നമ്മുടെ മച്ചാൻ്റെ താൽവർ മച്ചാൻ്റെ പാർട്ട്ണറാണ്. നാം ക്യാപ്റ്റൻ അഹമ്മദ് മച്ചാനാണ്. ഇതാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ആള്. ഹായ്, നൈസ് ടു മീറ്റിംഗ് യു. നാം ബോലിയേ ഷാറുഖ്. നമ്മുടെ ഷാറുഖ് ഖാനാണ് ആള്. ഇതിന്റെ ലാൻഡ് ഓണറാണ്. നാം ചാന്ദ് മൂൺ. ഓക്കെ ചാന്ദ് ഭായി ഉണ്ട് ആള്. ഇത് ശിവ, നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടില്ലേ, മറ്റേ ഒരു പ്രോപ്പർട്ടിയുടെ മാനേജർ, അതിൻ്റെ ഓണറാണ്. ഈ രണ്ടിനും കേട്ടോ ഓണറാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ചെറിയ ചായയൊക്കെ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഒരു ചെറിയ അവരുടെ ബാർബി, നമ്മൾ ആദ്യം വിറവ് കൂട്ടി അവിടാണ്. അത് കഴിഞ്ഞ് ബാർബിക്യൂവിൻ്റെ സെറ്റപ്പ് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് കരിയൊക്കെ എടുത്തിട്ട് അയ്യ അതിൻ്റെ ഈ പൈപ്പ് ചൂടായി കേട്ടോ. വെള്ളം നല്ല തിളച്ചെന്ന് തോന്നുന്നു കേട്ടോ. എടുത്ത് വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കാര്യമായിട്ട് മാരിനേറ്റ് ചെയ്ത് ആള് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരുന്നു. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ തന്നെ എല്ലാം റെഡി ആക്കി കഴിഞ്ഞു. എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇനി ഇത് തിന്നുന്ന വൈബൊക്കെ കാണാം. ഫസ്റ്റ് റൗണ്ട് ഏകദേശം 2, 4, 6 പീസ് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് റെഡി ആകട്ടെ. അപ്പോൾ അതുകൊണ്ടപ്പോൾ നമുക്ക് കുറച്ച് ചായ റെഡിയാക്കും. കുറച്ച് ചായ കൂടെ കുടിച്ച് വൈബാകും കേട്ടോ. സോ അതിപ്പോൾ അത് റെഡിയാക്കും. ഒരു സൈഡിൽ പുള്ളി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ മച്ചാൻ. അപ്പം നമ്മൾ നല്ലൊരു കൈസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. അപ്പോൾ എന്തായാലും ഇത് ഏകദേശം കുറച്ച് ദിവസം ആയ സാധനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൊലിയൊക്കെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്ന് ഇത് ഏകദേശം ഒന്ന് കട്ട് ചെയ്ത് പിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. നല്ല നിമ്പ് കേട്ടോ, നല്ല നാരങ്ങ നാട്ടുഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെറിയൊരു സ്നാക്സ് ആണ്. സ്നാക്സ് ക്യാ പോലെ ഡെസേർട്ട്. ഡെസേർട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കൂടെയുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെറ്റ്, നമ്മളൊരു പേരും കിട്ടും, ഡെസേർട്ട്. ഓക്കെ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നോക്കി. അപ്പോൾ ചിക്കനൊക്കെ റെഡിയായി. അപ്പോൾ ചിക്കൻ തന്നെ ഇവിടെ ആൾ നല്ല അടിച്ച് പെരുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സംഭവം തന്നു കേട്ടോ. സംഭവം ഞാൻ കൈതച്ചക്ക, സവാള, പിന്നെ ക്യാപ്സിക്കിനും കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ്റെ ഗ്രിഡിനകത്ത് വെച്ചിട്ട് അത് വേവിച്ച് തന്നു കേട്ടോ. മസാലയ്ക്കകത്ത് എന്തോ ടേസ്റ്റ് അത് ഞാൻ തിന്നിട്ടെ കിളി പോയി. സൂപ്പർ. അത് നിന്നോട് പറഞ്ഞ് പ്രത്യേകം കഴിക്കാൻ വന്നു. അപ്പോൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നൊരു പ്രത്യേകം ഒരു കാര്യം സ്റ്റീക്കിനകത്ത് കുറച്ച് കൈതച്ചക്ക
വെട്ടിയിട്ട് കഴിക്കുവാനുള്ള സൂപ്പറായിരിക്കും ആ മസാലയുടെ കൂട്ടത്തിൽ. എല്ലാം ഒന്നൊന്നിട്ട് തിന്നുന്നുണ്ട്. ഇതാണ് സംഭവം കണ്ടോ, കൈച്ചക്കയുടെ പീസ്, അല്ല ചിക്കൻ്റെ പീസ്, കൈച്ചക്ക പീസ്, സവാള, ഇത്രയും. Don't take face. Don't take face at all. नहीं ऐसे करना है. नहीं फेस मत लेना. फेस बिल्कुल नहीं लेना. सिर्फ ये हाथ आना चाहिए. Okay, just for your content. Okay. ईस्टर्न का वो थोड़ा उसको ईस्टर्न को थोड़ा प्रमोशन देना है. उड़िंग एरिया तो इवनों का परा एरिया इतना कोरक्ला. मैं क्या बोला, वो इतना स्पाइसी कर रहे हो, कम करने के लिए बोला. बहुत ज़्यादा स्पाइसी. കാരണം ഇവരെല്ലാം ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് ഇവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം. കഴിച്ചു അണ്ണാക്ക് വരെ പൊള്ളുക. ഉപ്പുറട്ടോ നാരങ്ങയൊക്കെ പിഴിഞ്ഞു വെച്ച് കഴിച്ചക്ക റെഡിയാക്കുന്നുണ്ട്. കഴിച്ചക്ക ഉണ്ടോ, കഴിച്ചക്ക, തക്കാളി, സവാള എല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. നാരങ്ങയെ വെച്ചിട്ട് വലിച്ച് താഴോട്ടിടുന്നു. എൻ്റെ ദൈവമേ നാക്കിന്ന് വെള്ളം ഊർന്നു. എൻ്റെ പൊന്നു അതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവസ്ഥ നോർത്ത് വയ്ക്കുക. അത് ഇച്ചിരി ചിക്കൻ്റെ ചെറിയൊരു പീസ് കൂടെ കൊണ്ട് എടുത്തിട്ട് അതിലോട്ട് തിന്നണം. ആ സ്പൈസി കാരണം ഉണ്ടല്ലോ ഈ കഴിച്ചൊക്കെ ഞങ്ങളെ രക്ഷിക്കുന്നത്. ഇത്ര നേരം പുള്ളി ഹാഫ് മലയാളി കേട്ടോ, ഹാഫ് മലയാള മുഴുവൻ മലയാളിയാ. 25 നോട്ട്. പുള്ളി നല്ലപോലെ പറയാം. പുള്ളിയുടെ ഫാദറൊക്കെ നാട്ടിൽ നിന്നാണ്. ആൾ ഇവിടെ വന്ന് സെറ്റിലായിട്ടാണ്. മലയാളം നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായല്ലോ, ആളിങ്ങനെ കിടുകിടാന്നോട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മലയാളം കിട്ടി. അപ്പോൾ വൈബ് ഇപ്പോൾ ഇനി സംസാരിക്കാമല്ലോ. ഓക്കെ മച്ചാൻ, അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ കഴിഞ്ഞ് മുടിഞ്ഞേരി. എൻ്റെ പൊന്നളിയ ഈസ്റ്റേൺകാരോട് ഒരുപാട് നന്ദിയുണ്ട്. നാളെ രാവിലെ അറിയാം, പോയി ഇരിക്കുമ്പോൾ അറിയാം പണ്ട് ഈസ്റ്റേൻ്റെ ഫുള്ള് ലെറ്റേഴ്സും വെളി വരും. ഓക്കെ, എനിവേ താങ്ക് യു ഗൈസ്. മാലിക്, താങ്ക് യു മാലിക്. ഓക്കെ, താങ്ക് യു and thank you boss. Okay, thank you for giving a wonderful moment. Okay, anyway मैं इतना किलोमीटर आ गया and anyway and ലൈഫിൽ ഇതുപോലൊരു നല്ലൊരു ഗ്യാങ്ങിനെ കിട്ടി വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വണ്ടി നോക്കി, കിടക്കും വണ്ടി കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതായത് ഇസുസു വണ്ടിയാണ് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് സെറ്റിംഗ് ആണ് കേട്ടോ. നോക്കി, ഫ്ലൈ ക്യാച്ചർ അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പായിട്ട് ഇവർക്ക് റിസോർട്ടും കാര്യങ്ങളുണ്ട്, ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നോക്കി മണ്ടെങ്കിൽ വലിയ ക്യാരിയറൊക്കെ പിടിപ്പിച്ച് നല്ല സെറ്റായിട്ട് നമ്മുടെ പഴയ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയുടെ കൂട്ട് തന്നെ സെയിം 4x4 വണ്ടിയല്ലേ. അപ്പോൾ രാത്രിയിലെ വണ്ടിയുടെ റിവ്യൂ നടത്തുകയാണ്. രാത് മേ ഗാഡി കാ റിവ്യൂ റിവ്യൂ. ഓക്കെ, കണ്ടല്ലേ ഫുള്ള് സ്റ്റിക്കർ നല്ല സെറ്റപ്പാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. എനിവേ താങ്ക് യു യു ഗൈസ് ആർ മൂവിങ്. हाथ ओके, अभी लाइट डालेगा तो कितना लाइट है? पूरा लाइट. कन्नड़ रजिस्ट्रेशन वंडी ऑन मारो. अरे यार കണ്ടോ ലൈറ്റ് ഒക്കെ എൽ ഇ ഡി ബൾബും കാര്യം. ഇസുസുവിൻ്റെ ഒരു വലിയ ബാറ്റിംഗ് ഉണ്ട് നോക്കി. ഇല്ല, ഫ്രണ്ടിലൊരു മരം, ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. ആ ഗ്യാപ്പിലിട്ട് തിരിക്കുന്ന പരിപാടി നോക്കി കണ്ട, ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ ഇത്രയും ഗ്യാപ്പ്, അവിടെ അത്രയും ഗ്യാപ്പ് കേട്ടാ. ആ ഗ്യാപ്പിനകത്തൊരു പരിപാടി നോക്കി, എനിക്ക് വയ്യ. ഡ്രൈവറിനെ ഒന്ന് കാണിച്ച്, ദിസ് ഈസ് ദ ഡ്രൈവർ സെൽവരാജ് ഫ്രം ചെന്നൈ. കണ്ടോ നോക്കി, ആ ഗ്യാപ്പിനകത്ത് നോക്കി. ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളൂ. ഇവിടുത്തെ സ്പേസ് ഉണ്ടോ? ഇനി ഇവിടുത്തെ സ്പേസ് ഞാൻ കാണിച്ചു തരാം. രാത്രി നോക്കി. ആ ഓക്കെ വണ്ടി തിരിച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, വിൽ സീ യു സൂൺ. ഓക്കെ, എക്സ്പേർട്ട് ഡ്രൈവറാണ്. അരെ ഭായ്, ഇവിടെ ഈ ഗ്യാപ്പിലിട്ടാ വണ്ടി തിരിച്ചെന്നുള്ള സമ്മതിക്കണം കേട്ടോ. എനിവേ നമ്മുടെ ചങ്കനെ തൊട്ടില്ല. എന്തായാലും ചങ്കൻ ഈസ് മൈ ചങ്കനാ. ഓക്കെ, അപ്പോൾ എല്ലാം തീർന്നു കേട്ടോ. കാലിയായി, ചട്ടി ഇനി ക്ലീൻ ചെയ്യണം. എന്തെല്ലാം പരിപാടികളാ. ഓക്കെ, വെൻ യു വിൽ ഗോ ആൻഡ് സ്ലീപ്പ്? Now you will stay here? No, we'll take a leave now. We will leave now. See guys, അപ്പോൾ നമ്മുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറി. കാര്യം വണ്ടിയെല്ലാം അടച്ചിട്ട്, കാരണം വന്യജീവിയും അതുപോലൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ചിലപ്പോൾ ഈ മരത്തെ കയറുന്ന മറ്റേ വള്ളിപ്പുലി പോലത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മളിത് ചെറുതായിട്ടും തുറന്നു വെച്ചിട്ടേ ഉള്ളൂ. തുറന്നു വെച്ചു. നമ്മൾ തന്നെ കിടക്കുമ്പോൾ കാര്യമെല്ലാം സെറ്റായി. അപ്പോൾ
കണ്ടല്ലോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരെല്ലാം റൂമിൽ പോയി. അപ്പോൾ നമ്മൾ മാത്രമേ ഇവിടെ ഒറ്റയ്ക്ക്. ഞാൻ കാണിച്ചു തരാം രാത്രി എങ്ങനെയാണ് ഇവിടുത്തെ വായു. ഇതിന് വെളിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് കുറ്റാക്കൂരട്ടാട്ടോ. ഇത് ഞാൻ ബോട്ടിൽ വെച്ചെന്ന് പറഞ്ഞാൽ തുറക്കാനേ 1 മിനിറ്റ്. ഇനിയിപ്പോൾ തുറക്കട്ടെ. തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബോട്ടിലെടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. ആ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വെളിയിലത്തെ ടെറർ ഫീലിംഗ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പൊളി വൈബാട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ, ആകാശത്തോട് നോക്കിയാൽ നമുക്ക് സ്റ്റാർസ് കാണത്തില്ല, എന്നാലും നല്ല രസമാണ് കാണാൻ കേട്ടോ. നല്ല തണുപ്പുണ്ട്. സോ അപ്പം നമുക്ക് കിടന്നുറങ്ങാൻ നല്ലത്. കാരണം ഇപ്പം ഏകദേശം സമയം എത്ര മണിയാണ് ഞാൻ കാണിച്ചു തരാം. സമയം ഏകദേശം 11 മണിയായിട്ടോ. 11 സംതിങ് ആയി കഴിഞ്ഞു. 11 സംതിങ്. ഓക്കെ, എന്തൊക്കെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. 11 മണി 12 മണിയോളമായി. നമുക്കിപ്പോൾ 12 മണിയോളമായി. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ചങ്ക വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മില്ലുകാരനൊപ്പം നമ്മുടെ ചങ്കനൊപ്പം ബി ഓൺ ദ ട്രയൽ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനൊപ്പം നമ്മളിവിടെ കിടന്നുറങ്ങുന്നു. ഗുഡ് നൈറ്റ്.